മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ ഓണമുറ്റത്ത് എന്ന കവിതയുടെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഓണത്തെ പ്രകൃതിയും മനുഷ്യനും എങ്ങനെയാണ് വരവേൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൻ്റെ ബാക്കി നോക്കൂ. പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ, പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും, പുഞ്ചകൾ കൊയ്യും കാലം കറ്റമെതിച്ച് കിതയ്ക്കും ഗ്രാമപ്പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ, കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരെ, ഞാനും കയ്യിലെ വീണപ്പെണ്ണും വെറ്റിലയൊന്നു മുറുക്കാൻ ഒന്നു കൊറിക്കാൻ നെല്ല് കിടച്ചാലായി. കവി ഓണത്തപ്പൻ്റെ വരവ് അറിയിക്കുന്ന ഒരു പുള്ളുവനായിട്ട് മാറാൻ ശ്രമിക്കുകയാണ്. ഞാനൊരു പഴയ പുള്ളുവനാണെന്നും പായും കുടയും നെയ്യുമെന്നും അതുപോലെ കൈകൊണ്ട് പല വേലകൾ ചെയ്യുമെന്നും കവി പറയുന്നു. ആരാണ് പുള്ളുവന്മാർ? പുള്ളുവ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയാണ്. പുള്ളുവ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഓണക്കാലത്ത് ചിങ്ങം പിറന്നാൽ ഓരോ വീടുകളിലും കയറി പുള്ളുവൻ പാട്ട് പാടും, ഓണപ്പാട്ടുകൾ പാടും. പഴയ കാലത്ത് അങ്ങനെയുള്ള ചില ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം നാട്ടു നന്മകളൊക്കെ ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കുന്നു. ഇവിടെ കവി സ്വയം ഒരു പുള്ളുവനായിട്ട് സങ്കല്പിക്കുകയാണ്. പുഞ്ചകൾ കൊയ്യും കാലം കറ്റമെതിച്ച് കിതയ്ക്കും ഗ്രാമപ്പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ, കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരെ, ഞാനും കയ്യിലെ വീണപ്പെണ്ണും. പുഞ്ച കൊയ്യുന്ന കാലത്ത് കറ്റമെതിച്ച് കിതയ്ക്കുന്ന ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് സന്തോഷം പകരാൻ, അവരുടെ കരളുകൾ തുള്ളാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം പകരാൻ, കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ, അവരുടെ കാലുകൾ നൃത്തമാടാൻ വേണ്ടി ഞാൻ അഴകുള്ള നാടൻ പാട്ടുകൾ പാടി അവരുടെ അടുത്ത് തന്നെ ഇരിക്കും. ചാരെ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നർത്ഥം. എങ്ങനെ ഇരിക്കും എന്നാണ് പറയുന്നത്? എൻ്റെ കയ്യിലെ വീണപ്പെണ്ണുമായി ഇരിക്കും. വെറ്റിലയൊന്ന് മുറുക്കാനൊന്ന് കൊറിക്കാൻ നെല്ലു കിടച്ചാലായി. അവിടെ ഇരിക്കുമ്പോൾ വെറ്റില മുറുക്കാനും ഒന്ന് കൊറിക്കാനുള്ള നെല്ലും കിടച്ചാലായി. കിടച്ചാലായി എന്ന് പറഞ്ഞാൽ കിട്ടിയാലായി. പുള്ളുവൻ പാടവും വരമ്പൊക്കെ കടന്നിട്ടാണ് ഓരോ വീടുകളിൽ കയറുന്നത്. അപ്പോൾ പുഞ്ചക്കൊയ്ത്തൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ വരമ്പത്തിരുന്ന് പാട്ടുപാടും. അവിടെ ഗ്രാമപ്പെൺകൊടിമാർ നെല്ല് കൊയ്യുന്നുണ്ടാവും അല്ലേ, അവരെ സന്തോഷിപ്പിക്കാൻ അവിടെ ഇരുന്ന് പാടും. അങ്ങനെ പാടിയാൽ വെറ്റില മുറുക്കാൻ, അപ്പം വെറ്റില മുറുക്കാനോ അല്ലെങ്കിൽ ഒന്ന് കൊറിക്കാൻ നെല്ലോ കിട്ടിയാലായി. ഓണക്കാലത്തുണരും ഞാൻ, തിരുവോണപ്പാട്ടുകളാണൻ പാട്ടുകൾ, പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു കുടഞ്ഞോണത്തിൻ മധുരക്കറി മണിവായിൽ തെച്ചത്, നൊട്ടി നുണച്ചു കളിക്കും കളി കണ്ടോണത്തപ്പൻ പൂത്തറമേൽ പനയോലക്കുടയും ചൂടിയിരിക്കെ, മലയാളത്തറവാട്ടിൻ അങ്കണ വെൺമണ ലിങ്കലിരിപ്പൂ ഞാനൻ കയ്യിൽ ചാഞ്ഞുകിടപ്പൂ കൊഞ്ചലുടൻ പ്രിയമകളാം വീണപ്പെണ്ണും. ഓണക്കാലത്തുണരും ഞാൻ, ഓണക്കാലത്ത് ഞാൻ ഉണരും, അതായത് ഓണക്കാലത്താണ് ഞാൻ എത്തുന്നത്. ആര്? പുള്ളുവൻ. തിരുവോണപ്പാട്ടുകളാണൻ പാട്ടുകൾ അല്ലേ, കവിയാകുന്ന പുള്ളുവൻ്റെ പാട്ടുകൾ എന്താണ്? തിരുവോണ പാട്ടുകളാണ്, ഓണപ്പാട്ടുകളാണ് എൻ്റെ പാട്ടുകൾ. പൊന്നൻ ചിങ്ങം വന്നു പിറന്ന് കരഞ്ഞു ചിരിച്ച് കുടഞ്ഞോണത്തിൻ മധുരക്കറി മണിവായിൽ തേച്ചത്, നൊട്ടി നുണച്ചു കളിക്കും കളി കണ്ട് ഓണത്തപ്പൻ പൂത്തറമേൽ പനയോലക്കുടയും ചൂടിയിരിക്കെ. പൊന്നിൻ ചിങ്ങം വന്നു പിറന്ന് ഓണത്തിൻ്റെ നാളിൽ കരഞ്ഞും ചിരിച്ചും ഓണത്തിൻ്റെ മധുരക്കറി വായിൽ തേച്ച് അത് നൊട്ടി നുണഞ്ഞ് കളിക്കുന്നത് കണ്ട് പൂത്തറയിൽ ഓണത്തപ്പൻ ഇരിക്കുമ്പോൾ മലയാളത്തറവാട്ടിൻ്റെ മുറ്റത്തെ വെൺമണൽ പരപ്പിൽ ഞാനുമിരിക്കും. മടിയിൽ കൊഞ്ചലോടെ എൻ്റെ പ്രിയപ്പെട്ട വീണമകളുമുണ്ടാവും. മലയാളി ഓണം ആഘോഷിക്കുമ്പോൾ ഓണത്തപ്പൻ പൂത്തറമേൽ പനയോലക്കുടയും ചൂടി വന്നിരിക്കും. അതേസമയം കേരളത്തിൻ്റെ അങ്കണത്തിൽ, മലയാള നാടിൻ്റെ അങ്കണത്തിൽ, മുറ്റത്തിൽ ആ മണലിൽ ആരുമുണ്ടാവും? പുള്ളുവനുമുണ്ടാവും എന്ന് കവി പറയുന്നു. പുള്ളുവൻ്റെ കയ്യിൽ വീണയും ഉണ്ടാവും. പഴമയിലിഴയും
പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്ന് പഴിക്കാമിന്ന് പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ. പഴമോടരിയും പപ്പടവും തന്നാവത് വേഗമയക്കാൻ നോക്കാം. ഇവരറിയുന്നീലെന്നഭിമാനം. എന്നുടെ മുന്നിൽ ഗോമേതകമിഴി മിന്നും കാഞ്ചന സിംഹാസനമതിൽ മുത്തുക്കുടയും ചൂടിയിരിപ്പൂ മൂവുലകാണ്ട മഹാബലി മന്നൻ. പരിഷ്കാരത്തിൻ്റെ തിണ്ണയിലുള്ളവർ എൻ്റെ പാട്ടുകൾ പഴഞ്ചനാണെന്നും ശേഷിയില്ലാത്തതാണെന്നും പഴിച്ചേക്കാം. അവർ പഴവും അരിയും പപ്പടവുമൊക്കെ തന്ന് പെട്ടെന്ന് എന്നെ പറഞ്ഞയച്ചേക്കാം. പഴമയിലിഴയുന്ന പല്ലുകൊഴിഞ്ഞ പാട്ട്, അല്ലേ, അതായത് ശേഷിയില്ലാത്ത പഴഞ്ചൻ പാട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആര് പരിഹസിച്ചേക്കാം? പുതിയ തലമുറ, അല്ലേ. പരിഷ്കാരത്തിൻ്റെ തിണ്ണയിലുള്ളവർ എന്ന് പറഞ്ഞാൽ പരിഷ്കൃത സമൂഹം. പുള്ളുവനെയും പഴയ പാട്ടുകളെയും പറ്റി ഇന്നത്തെ തലമുറയുടെ അഭിപ്രായം ഇങ്ങനെയായിരിക്കാം എന്നാണ് കവി പറയുന്നത്. സിനിമാറ്റിക് പാട്ടുകളും നൃത്തങ്ങളും ഇന്ന് പുള്ളുവൻ പാട്ടിൻ്റെ സ്ഥാനമൊക്കെ അപഹരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരിഷ്കൃത സമൂഹം ഇത്തരം പാട്ടുകളെ പഴഞ്ചനാണെന്ന് പറഞ്ഞ് പരിഹസിച്ചേക്കാം. ഇവരറിയുന്നീലെന്നഭിമാനം. എൻ്റെ അഭിമാനത്തെക്കുറിച്ച് അവർക്ക് എന്തറിയാം? പഴമയുടെ മേന്മയിൽ പുള്ളുവനുണ്ടാകുന്ന അഭിമാനമാണ് കവി സൂചിപ്പിക്കുന്നത്. എന്നുടെ മുന്നിൽ ഗോമേതകമിഴി മിന്നും കാഞ്ചന സിംഹാസനമതിൽ മുത്തുക്കുടയും ചൂടിയിരിപ്പൂ മൂവുലകാണ്ട മഹാബലി മന്നൻ. എൻ്റെ മുമ്പിൽ ഗോമേതക രത്നം പോലെയുള്ള മിഴി മിന്നുന്ന, മിഴി എന്ന് പറഞ്ഞാൽ കണ്ണ്, മിഴി മിന്നുന്ന സ്വർണ സിംഹാസനത്തിൽ മുത്തുക്കുടയും ചൂടിയിരിക്കുകയാണല്ലോ 3 ലോകവും ഭരിച്ച സാക്ഷാൽ മഹാബലി ചക്രവർത്തി. മന്നൻ, രാജാവ് എന്നർത്ഥം, ചക്രവർത്തി എന്നർത്ഥം. മുത്തുക്കുടയും ചൂടി മൂവുലക്, 3 ലോകവും ഭരിച്ച മഹാബലി മന്നൻ ഇരിക്കുകയാണ്. പാരമ്പര്യത്തിൻ്റെ നന്മ തന്നിലുണ്ടെന്ന് കവി അഭിമാനിക്കുന്നു. പഴമയുടെ മേന്മയിൽ അഭിമാനിക്കുന്ന കവി പരിഷ്കൃത സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും വ്യക്തമാക്കുകയാണ്. സമത്വമാണ് ഓണത്തിൻ്റെ സന്ദേശം. കാലത്തിനനുസരിച്ച് ഓണ അനുഭവങ്ങൾക്ക് വന്ന മാറ്റവും കവി സൂചിപ്പിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് ചിങ്ങമാസം പിറന്നാൽ ഓണത്തപ്പനെ വരവേൽക്കാൻ വീണയുമായി പുള്ളുവനും തുടികൊട്ടിപ്പാട്ടുമായി കുടയും പായും നെയ്യുന്ന പാക്കനാരും തുയിലുണർത്താൻ പാണരും എത്തിച്ചേരും. ഗ്രാമപ്പെൺകൊടിമാർ തിരുവാതിരയും കുമ്മിപ്പാട്ടും കൊണ്ട് നാട് മുഖരിതമാക്കും. നാടൻ പാട്ടുകൾ, തുമ്പിതുള്ളൽപ്പാട്ട് തുടങ്ങിയവയും ഉണ്ടാകും. വയലുകളിൽ പുഞ്ച വിളയും. വെറ്റില മുറുക്കി ചുണ്ടുകൾ ചുമപ്പിച്ച തത്തകൾ പാടങ്ങളിൽ പാറി നടക്കും. ഇന്നത്തെ ഓണക്കാഴ്ചകളിൽ ഇതൊന്നുമില്ലാതായിരിക്കുന്നു. ഓണവും ഓണക്കാഴ്ചകളും നമുക്ക് നഷ്ടമായിരിക്കുന്നു. പ്രകൃതിക്കും മനുഷ്യനും ഗുണകരമല്ലാത്ത ഓണാഘോഷങ്ങളാണ് ഇന്ന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പഴയ സംസ്കാരം വീണ്ടെടുക്കണമെന്ന ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ കവിത. കവിതയുടെ ആശയം മനസ്സിലായിട്ടുണ്ടാവും. കവിത 2-3 തവണ ചൊല്ലി നോക്കുക.